രണ്ടും കൽപ്പിച്ച് ഞാൻ കുറുക്കഞ്ചേരി പൂയം കാണാൻ വേണ്ടി പോകട്ടെ. എൻ്റെ വീട്ടിൽ നിന്ന് ഒരു 35 മിനിറ്റ്സ് ഉള്ളോ അങ്ങോട്ടേക്ക്. ബട്ട് ഇത്ര കൊല്ലമായിട്ട് ഞാൻ അങ്ങോട്ടേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല കേട്ടോ. ബിക്കോസ് എനിക്ക് ഇത്ര കൊല്ലം അങ്ങനത്തെ വൈബ് വന്നിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് എനിക്ക് എല്ലാ വൈബും വന്നത്. 2025 കുറുക്കഞ്ചേരി പൂയം കാണാൻ എനിക്ക് ഭാഗ്യമുണ്ടായി. 2026 എനിക്ക് കാണാൻ പറ്റിയില്ലെങ്കിലോ, അതുകൊണ്ടാണ് കേട്ടോ ഞാനിപ്പോൾ പോയത്. അപ്പം ഞങ്ങൾ സ്ഥിരം സ്പോട്ടിൽ നിന്ന് ഞങ്ങൾ ബിരിയാണി ഒക്കെ ആക്കി. ഞങ്ങളല്ല, ഞാനിത് ഓർഡർ ചെയ്തോളൂ. ബട്ട് ഞാൻ കഴിച്ചില്ല. ബിക്കോസ് നമുക്ക് കുറേ കഴിച്ച് കഴിഞ്ഞാൽ കുറേ നടക്കാൻ പറ്റത്തില്ലല്ലോ. അത്യാവശ്യം വലിയ പന്തലായിരുന്നു, നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. പിന്നെ എനിക്ക് ഇതിൻ്റെ ഷെഡ്യൂളും കാര്യങ്ങളൊന്നും അറിയാത്തതുകൊണ്ട് ഞാനൊരു 8:45 ആയപ്പോൾ അവിടെ എത്തി. ഓരോന്നും കാര്യങ്ങളൊക്കെ അറിയാമെന്ന് വിചാരിച്ചു. പിന്നെ എൻ്റെ ഫ്രണ്ട്സിൻ്റെ വീടൊക്കെ അവിടെ ഉണ്ടായിരുന്നു. പിന്നെ അവിടെ പോയി കുറച്ച് നേരം റെസ്റ്റ് ഒക്കെ എടുത്തിട്ട് വീണ്ടും ഇടയ്ക്കിടയ്ക്ക് വരാട്ടോ ചെയ്തത്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഓരോ സ്നാക്സ് കഴിക്കുന്നതുകൊണ്ടാണ് ഞാനിപ്പോൾ ഗുണ്ടുമണിയായിട്ട് ഇരിക്കുന്നത്. പിന്നെ അവിടെ ശിങ്കാരിമല ഉണ്ടായിരുന്നു. ബോയ്സ് ആയിരുന്നു അവിടെ കൂടുതൽ, ഗേൾസ് കുറവായിരുന്നു കേട്ടോ. ബട്ട് ഇങ്ങനെ ഓരോന്നൊക്കെ ഹൈറ്റും കുറവായിരുന്നു. എങ്ങനെയൊക്കെ ഞാൻ എത്തിപ്പിടിച്ച് എല്ലാം ഇങ്ങനെ വൈബാക്കി വരുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ വീണ്ടും ഒരു ചോളകത്താക്കി. പിന്നെ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ എൻ്റെ അമ്മ പറഞ്ഞത് കൃത്യം 9 മണിക്ക് തിരിച്ചെത്തണമെന്നായിരുന്നു. പിന്നെ ഞാൻ അമ്മനെ തന്നെ മനസ്സിലാക്കി എനിക്ക് വേണ്ടി കുറുക്കഞ്ചേരി പോയാൽ 9 മണിക്ക് തീരില്ല. എല്ലാം സ്റ്റാർട്ട് ചെയ്യണത് തന്നെ 11:30 സംതിങ് ആയിരിക്കും എന്ന് അമ്മനെ പറഞ്ഞ് മനസ്സിലാക്കി. പിന്നെ അമ്മ എല്ലാവരും നല്ല സപ്പോർട്ടാണ് കേട്ടോ. അതുകൊണ്ട് കുഴപ്പമില്ല. ഞാൻ ദൈവത്തിനോട് നന്ദി പറയുന്നു എനിക്ക് അമ്മേനെ കിട്ടിയതിനെ. പിന്നെ ഇതുപോലത്തെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫോളോ ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.